ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. അവയിലുള്ള കഷ്ണങ്ങളെല്ലാം ഇവിടെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിനായിട്ട് 3 ക്യാരറ്റ്, ഒരു പടവലങ്ങ, ഒരു ചെറിയ പീസ് മത്തങ്ങ, ഒരു ചെറിയ പീസ് കുമ്പളങ്ങ, കുറച്ച് പച്ചപ്പയർ, 2 നേന്ത്രക്കായ, ചെറിയ പീസ് ചേന, 2 മുരിങ്ങക്കായ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മുളക് പൊടി ഉപ്പും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ വെജിറ്റബിൾസിലെല്ലാം എരിവ് പിടിക്കും, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതെല്ലാം ചേർത്തിട്ട് കുക്കറിലിട്ടൊന്ന് വേവിക്കണം. ഇപ്പോൾ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുക്കറിലോട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെജിറ്റബിൾസിൽ പിടിക്കാനുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ കൈവച്ചൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി തന്നെ വെജിറ്റബിൾസിൽ ഇതെല്ലാം മിക്സായി വരണം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഒന്നും കുക്കറിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ അതിലും വെള്ളം വരും. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 1 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അവിയലിലേക്കുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് 1 തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 5 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 6 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് 6 എണ്ണമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഓവറായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. നാളികേരം ഇപ്പോൾ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്, അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. 1 വിസിൽ വരുത്തിയിട്ട് ഓഫ് ചെയ്ത് എയർ പോയതിന് ശേഷം തുറന്ന് നോക്കിയതാണ്. എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുത്തത്. കുക്കറിലല്ലാതെ നമുക്ക് സെപ്പറേറ്റ് പാനിൽ കഷ്ണങ്ങൾ വേവിച്ചെടുത്തിട്ടും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അധികം ഇളക്കിയാൽ ഇത് ഉടഞ്ഞു പോകും. അപ്പോൾ ഉടഞ്ഞു പോവാതെ നമ്മളിപ്പോൾ തന്നെ ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി തൈരും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള തൈരുണ്ട്, 1 കപ്പ് മതിയാവും. തൈരിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ മെല്ലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോഴേക്കും വെജിറ്റബിൾസിൽ തേങ്ങയും തൈരും എല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ കുക്കറിൽ എളുപ്പത്തിനാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. സെപ്പറേറ്റ് കഷ്ണങ്ങൾ പാനിൽ വേവിച്ചിട്ട് നമുക്ക് അവിയൽ റെഡിയാക്കി എടുക്കാം. കുക്കറിലല്ലാതെ പാനിൽ അവിയൽ റെഡിയാക്കുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അവിയലിന് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോഴേക്കും വെളിച്ചെണ്ണയുടെ സ്മെല്ലും കൂടി ഇതിൽ മിക്സായി നല്ലൊരു ടേസ്റ്റ് വരും. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്.
ഇപ്പോൾ അവിയലിലെല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അവിയൽ റെഡി ആയിട്ട് ഇപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പാനിൽ വെച്ച് വേവിച്ചെടുത്തിട്ടാണ് അവിയൽ റെഡിയാക്കാറ്. എല്ലാവരും ഈ രീതിയിൽ കുക്കറിലും ഒന്ന് റെഡിയാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്